അപ്പം അന്ന് മുതലുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ആ ബന്ധം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഉണ്ണിക്കറിയാമല്ലോ, നമ്മളൊക്കെ ആലപ്പുഴക്കാരാണ്. അപ്പോൾ ആലപ്പുഴക്കാർക്ക് പരസ്പരം ഒരു സ്നേഹം എപ്പോഴും ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ആഭ്യന്തരമന്ത്രിയായ കാലത്താണെങ്കിലും അതിനുശേഷവും അദ്ദേഹവുമായിട്ടൊരു ഊഷ്മളമായ ബന്ധം അന്ന് മുതലേ ഉണ്ടായിരുന്നു. ആ പഴയ കാലം മുതലേ നിലനിർത്തിയിരുന്നു. അത് സത്യമാണ്. ഞാനത് നേരത്തെ പറഞ്ഞത്, ഒരു കാണുമ്പോൾ ഒരു പരിക്കനാന്ന് തോന്നുന്നു, പക്ഷേ അങ്ങനെയല്ല. നല്ലൊരു മനസ്സുള്ള ആർദ്രതയുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു CVS. ആ വ്യക്തിബന്ധം അവസാന കാലഘട്ടം വരെ തുടർന്നിരുന്നു. ഞാൻ എല്ലാ സന്ദർഭത്തിലും അദ്ദേഹത്തോട് ആ ബന്ധം ഞാൻ പുലർത്തിയിരുന്നു. തിരിച്ചെന്നോടും അങ്ങനെ തന്നെയായിരുന്നു. അതിലൊന്നും ഒരു വ്യത്യാസം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങ് അനുസ്മരിച്ച വി എസിനെ അങ്ങ് അനുസ്മരിച്ച് പറഞ്ഞു, അങ്ങയുടെ കോളേജ് ലൈഫ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് അങ്ങ് മുതിർന്ന നേതാവാണ്. പക്ഷെ അങ്ങ് അനുസ്മരിച്ചപ്പോൾ പറയുന്നത് VS അന്നേ അങ്ങ് കോളേജിൽ പഠിക്കുമ്പോഴേ VS മുതിർന്ന നേതാവാണെന്ന്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ആ പ്രായത്തിൻ്റെ വ്യത്യാസമാണ്. ഓർമ്മയാണ് VSനെ പറ്റി. അതെ, ഞാൻ ആദ്യമായിട്ട് VSനെ കാണുന്നത് ഞാൻ 8 വയസ്സ് 9 വയസ്സുള്ളപ്പം ചെന്നിത്തല പുത്തുള്ള പഠിക്കൽ പബ്ലിക് മീറ്റിങ്ങിന് അദ്ദേഹം വന്നപ്പോഴാണ്. അപ്പം ഞാനതുവഴി നടന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇതാരാ സംസാരിക്കുന്നത്. അപ്പോൾ എന്നോട് ആളുകൾ പറഞ്ഞു, ഇതാണ് ഈ VS അച്ഛൻ. അന്ന് ഭയങ്കര കറുത്ത, അത് ഭയങ്കര തടിയായിരുന്നു. അത് ഭയങ്കര ശബ്ദത്തിലായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ഞാൻ MLA ആവുകയും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നോടും അത് തന്നെയായിരുന്നു. ആലപ്പുഴക്കാരനുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ അന്ന് കഴിഞ്ഞിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കാണുമ്പോൾ അച്യുതാനന്ദൻ എന്തോ ഒരു പരുക്കൻ നേതാവാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. നല്ല മനസ്സുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിട്ട് എപ്പോഴും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ ഒരുമിച്ച് പോകുമ്പോൾ, ഡൽഹിയിലൊക്കെ അദ്ദേഹം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച്, ഞാൻ MP ആയിരിക്കുന്ന കാലത്തൊക്കെ ഒത്തിരി സംസാരിക്കുമായിരുന്നു. ആ പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ സമരത്തെപ്പറ്റി, ഒളിവ് ജീവിതത്തെപ്പറ്റി ഒക്കെ സംസാരിക്കും. നമ്മളോടതെല്ലാം വിശദമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അത്ര ഒരു സ്നേഹം എന്നോട് എപ്പോഴും കാണിച്ചിരുന്നു. എനിക്കും തിരിച്ചതുപോലെയാണ്. എല്ലാവരുടെയും നേതാവായിരുന്നു VS. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവായിട്ട് എനിക്ക്. നമ്മളൊക്കെ തമ്മിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറത്ത് ഒരു പോരാട്ടത്തിൻ്റെ, അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയപ്പോഴാണ് പരാജയപ്പെട്ടത്. എന്നിട്ടും ആ പോരാട്ടം അദ്ദേഹം തുടർന്നു. 82ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്. സാറിന് 82 വയസ്സെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്രമിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എന്നും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്.